ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് മിലുവിന്റെ പ്രവേശനോത്സവമാണ് കേട്ടോ. ഇന്ന് മിലു ജനുവരി തൊട്ടിട്ട്, അതായത് ഫസ്റ്റ് മൂന്ന് വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞത് തൊട്ടിട്ട് അംഗനവാടി പോകാൻ തുടങ്ങിയതാണ്. ആദ്യമായിട്ട് പോകുന്നതല്ല ഇന്ന്. ഒന്നിങ്ങനെ കുറെ അന്ന് തൊട്ടേ പോവാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് പ്രവേശനോത്സവമാണ്. സോ അത് സംബന്ധിച്ചിട്ട് അംഗനവാടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ കാണാം. ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ 10 മണി ആ ഒരു ടൈം ആവുന്നതിൻ്റെ മുൻപേ തന്നെ എത്തണം. അതായത് 10 മണീൻ്റെ മുൻപേ ഒരു 9:50 ആകുമ്പോഴേക്കും എത്തണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നും ഇത് കുറച്ചധികം സമയം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഏതെങ്കിലും നമുക്ക് നേരത്തെ എത്തേണ്ട സമയത്തൊക്കെ കുറച്ചധികം സമയം ഉറങ്ങുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഓന് ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ വേഗം കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ചായയൊക്കെ കൊടുത്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചായ കൊടുത്തു, അതിനുശേഷം പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ചു. അങ്ങനെ ഒരുക്കിയിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് പ്രവേശനോത്സവമാണെങ്കിലും ഓൻ ഒരു ജനുവരി ആ ഒരു സമയത്തെ അംഗനവാടി പോയി തുടങ്ങുന്നത് കൊണ്ട് ഓനൊരു പുതുമയും കാര്യങ്ങളൊന്നുമില്ല. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങോ അല്ലെങ്കിൽ പുതിയൊരു ബാഗോ കുടയോ ഒന്നും വാങ്ങുമൊന്നും ചെയ്തിട്ടില്ല. കുട തീരെയില്ല. അപ്പോൾ ജനുവരി ആയപ്പോൾ ഓൻ അംഗനവാടി പോകുന്ന ടൈമിൽ ഓനൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബാഗ് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രവേശനോത്സവം പുതിയൊരു ഇതല്ലേന്ന് വിചാരിച്ചിട്ട് പുതിയതായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അംഗനവാടിയിൽ പോകുമ്പം ഒരു ഡ്രസ്സ്, അതായത് നമ്മളിട്ട ഡ്രസ്സ് കൂടാതെ ഒരു ഡ്രസ്സും ഒരു ട്രൗസറും എപ്പോഴും ബാഗിൽ കരുതാനെന്ന് ടീച്ചർ എപ്പോഴും പറയും. സാധാരണ ഇപ്പം ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ ഡ്രസ്സിലൊക്കെ മറന്നാലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പിന്നെ ചില കുട്ടികളാണെങ്കിൽ മൂത്രമൊഴിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ എപ്പോഴും ഒരു ഡ്രസ്സ് വേറൊരു ഡ്രസ്സ് ബാഗിൽ വെക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സ് എപ്പോഴും ബാഗിൽ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ വേറെ തന്നെ ഒരു കവറിലാക്കിയിട്ട് എൻ്റെ ബാഗിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഓനതാ നേരെ പോയിട്ടുണ്ട്. ഓനിന്ന് കളിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അതാണ് വേഗം അങ്ങോട്ടേക്ക് തന്നെ പോയത് കേട്ടോ. പിന്നെ ഞാനും റെഡി ആയിട്ടുണ്ടായിരുന്നു. മിലുവിനെ റെഡിയാക്കുന്നതിന് മുൻപേ, മിലു എണീക്കുന്നതിന് മുൻപേ ഞാൻ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒരു ടോപ്പ് മാത്രം മാറ്റി എടുത്തിട്ടു. കാരണം നമുക്ക് അവിടെ ഒരു ചെറിയ പരിപാടി പോലെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു ടോപ്പ് മാത്രം എടുത്ത് മാറ്റിയിട്ടു. ഇന്ന് കുറേ ദൂരമൊന്നും ഇല്ലെങ്കിലും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അംഗനവാടിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓനെയും കൂട്ടിയിട്ട് ഇറങ്ങി നടന്നു കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും വേറെ ഒരു രക്ഷിതാവിൻ്റെ, അതായത് മിലുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സ്കൂട്ടിയിൽ കയറ്റിയിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയത്. മിലുവിനെയും കൂട്ടിയിട്ട് ഞാൻ ഇതുവരെ അംഗനവാടിയിലേക്ക് വണ്ടിയിൽ പോയിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ മിലുവിനെയും എടുത്തിട്ട് വണ്ടി എടുക്കാറില്ല. അപ്പം ഞങ്ങൾ അംഗനവാടിയിൽ എത്തിയിട്ട് അപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും തന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നേരത്തെ എത്താൻ പറഞ്ഞതുകൊണ്ട് കുറേ പേരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളും ബലൂണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നല്ല കളിയായിരുന്നു. പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വാർഡ് മെമ്പർ, ഒരു കമ്മിറ്റി അംഗങ്ങൾ, അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ആശംസകളൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും മീറ്റിംഗ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പായസമായിരുന്നു. ഒരു മധുരം വേണമല്ലോ, കുട്ടികൾക്കും കൊടുക്കണം, രക്ഷിതാക്കൾക്കും അവിടെ വന്ന ഗസ്റ്റിനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പായസമായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ അംഗനവാടി എന്ന് പറയുന്നത് റോഡിൻ്റെ ഒരു തൊട്ട് മുകളിലേക്കായിട്ട് പോലെയാണല്ലോ. അപ്പോൾ നമുക്ക് അംഗനവാടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേറെ സൗകര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ആ ഒരു റോഡിൽ കയറ്റി നിർത്തിയിട്ട് അംഗനവാടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടികളൊക്കെ മേലോട്ടേക്ക് കയറ്റി കൊണ്ടുപോയിട്ടോ. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അംഗനവാടീൻ്റെ ഇത് കിട്ടണമെങ്കിൽ ശരിക്കും അവർ ഈ റോഡിലേക്ക് ഇറങ്ങി വരണം. ഞങ്ങൾ അംഗനവാടിയിൽ വന്ന സമയത്ത് കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ കുറച്ച് രക്ഷിതാക്കളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ അംഗൻവാടി. നല്ല അംഗൻവാടിയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അംഗനവാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പൂവൊക്കെ എടുത്തിട്ട് കൊടുക്കാനുണ്ട്. ഓരോരോ കുട്ടികളുടേതായിട്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പം പുതിയ 2-3 കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ 4 പേര് ആദ്യമേ ഉള്ള ആൾക്കാരാണ്. അതിൽ കുറേ പേരൊക്കെ പോയി കേട്ടോ, പുതിയ സ്കൂളിലേക്ക് നഴ്സറിയിലൊക്കെ ചേർന്ന് പോയി. പിന്നെ ഉള്ളത് 4 കുട്ടികളുണ്ട് ആദ്യം ഉള്ളത്. പിന്നെ വന്ന 3 കുട്ടികളൊക്കെ പുതിയതായിട്ട് വന്നത് കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടക്കം എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഈ ഒരു പൂവും കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ എല്ലാ കുട്ടികളും ഉണ്ട്. ഇതിന് ഓരോരുത്തർ ഫോട്ടോ എടുത്തതിന് ശേഷം ഇതുപോലെ പൂവൊക്കെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഓരോ കുട്ടികളൊക്കെ പാട്ട് പാടി, കുറേ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. മിലു ആണെങ്കിൽ കുറവാണ്, ചെറിയ രീതിയിൽ കുറവും നാണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിലു അങ്ങനെ പാടാനൊന്നും നിന്നില്ല. പക്ഷേ മറ്റുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിലുവിന് നല്ലൊരു സങ്കടമുണ്ട്, കാരണം ഇന്നലെ വലിയ കുട്ടികളുടെ സെൻഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അവർ സെൻഡ് ഓഫ് കഴിഞ്ഞിട്ട് അവർ പോയി, അവരായിട്ടായിരുന്നു മിലു കൂട്ട്. അപ്പോൾ അവരൊക്കെ പോയതിൻ്റെ ഒരു സങ്കടമാണോ എന്നറിയില്ല. ചെറിയ രീതിയിലൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒതുങ്ങി മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ലാതെ. ഒരു 10 മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോയി. രക്ഷിതാക്കളുടെ ആവശ്യം പിന്നില്ലല്ലോ. മിലുവിനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ തിരിച്ചങ്ങ് പോന്നിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. അവിടെ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് അവർക്ക് ബിരിയാണി ഉണ്ട്.
ഫസ്റ്റ് ടൈമാണ് ബിരിയാണി കൊടുക്കുന്നത്. അതായത് പ്രവേശനോത്സവത്തിന്റെ അന്നൊക്കെ ബിരിയാണി കൊടുക്കുന്നത് കുട്ടികളാണല്ലോ. അപ്പൊ ആദ്യമായിട്ട് അവർക്ക് ഇന്നലെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രവേശനോത്സവത്തിന് വന്ന കുട്ടിക്ക് മുട്ട ബിരിയാണി കൊടുക്കണമെന്ന്. അപ്പൊ അവര് അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുത്ത് രക്ഷിതാക്കൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുത്തു. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ തന്നെയുള്ളൂ. പിന്നെ 2-3 കുട്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ജനുവരിയിലെ പോകുന്നത് കൊണ്ട് ഇതിന് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ പുതിയ വന്ന കുട്ടികൾ ചെറിയ രീതിയിൽ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതായത് ആദ്യമായിട്ട് അങ്ങനെ വണ്ടി പോയിട്ടില്ല. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു എനിക്ക്. അപ്പൊ മില്ലു എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ 2 ദിവസം ഞാൻ മില്ലുവിന്റെ കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇരുന്ന് 2 ദിവസം അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കുട്ടികളെ കരയുന്നത് കണ്ടപ്പോ ശരിക്കും എനിക്കത് ഓർമ്മ വന്നു. അപ്പൊ കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. എന്തായാലും ഇനി 3:30, സാധാരണ നോർമൽ സമയം പോലെ നമ്മൾ 3:30 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം. അപ്പൊ ഇനി കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ, അവിടെ ആക്കിയിട്ട് വന്നതാണ്. അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ്. കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ